ഹായ് ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും ഒരേ സ്റ്റൈലിൽ ഒരേ ടേസ്റ്റിൽ മീൻകറി വെച്ച് മടുത്തിട്ടുള്ളവരാണ് നമ്മളിൽ അധികം അല്ലേ. മീൻ വെച്ച് പലതരം പരീക്ഷണങ്ങൾ നടത്താൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു മീൻകറിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഞാൻ കുറേ ഫിഷ് റെസിപ്പികൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണണം എന്നുള്ളവർ ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾ തുടർന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പുതിയ വീഡിയോസ് എല്ലാം മിസ്സാവാതെ കാണാനായി ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടെ കിട്ടുന്നുണ്ടെന്ന് ഒന്ന് ഉറപ്പ് വരുത്തണേ. അപ്പോൾ ഇനി നമുക്ക് വേഗം റെസിപ്പി നോക്കാം അല്ലേ. ആദ്യം നമുക്ക് കറിയിലേക്ക് വേണ്ട ഒരു അരപ്പ് ഉണ്ടാക്കി വെക്കാം. ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് വളരെ കുറച്ച് ഒരു കപ്പൊക്കെ മതിയാകും കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് വേണ്ട തിക്നെസ്സിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടി കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 3 ചുവന്നുള്ളി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത്, അരയ്ക്കാൻ പാകത്തിന് വെള്ളം, ഇത്രയും ചേർത്ത് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കാം. ഇതിന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തായി ഒരു മൺചട്ടിയിലേക്ക് നന്നായി പഴുത്ത ഒരു തക്കാളി ചോപ്പ് ചെയ്തതും എരിവിനനുസരിച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ കൈക്കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ എരിവ് കുറഞ്ഞ കാശ്മീരി ചില്ലി പൗഡറാണ് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പച്ചമുളക് കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 കപ്പ് തേങ്ങാപ്പാലും പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളിയാണ്. നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരം വെള്ളം ഒഴിച്ച് ലൂസാക്കിയ കറി ഉണ്ടാക്കാം. പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്ന കറിയുടെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി നമുക്ക് കറി ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇത് ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാതിരിക്കാനായി കറി എപ്പോഴും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കറി നന്നായി ഒന്ന് തിളച്ച് ഗ്രേവി ചെറുതായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ ചെറിയ ഹമാമാണ് എടുത്തിട്ടുള്ളത്. വലിയ അയിലയും കുടുതയൊക്കെ ഇതുപോലെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മീൻ ചേർത്ത് കഴിഞ്ഞാൽ കയ്യിൽ വെച്ച് അധികം ഇളക്കി കൊടുക്കാതെ ചട്ടി വെച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഗ്രേവി ചട്ടിയിൽ ഫുള്ളായിട്ട് ഇരിക്കുന്നത് കൊണ്ട് കയ്യിൽ വെച്ചാണ് ഞാൻ മെല്ലെ ഇളക്കി കൊടുത്തിരുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കറി തിളപ്പിച്ചാൽ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ കറി തിളപ്പിക്കാൻ. ചെറിയ മീനായതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിലായിട്ട് മീൻ വെന്ത് കിട്ടും. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്ക് കറി ഒന്ന് തൂമിക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും ചൂടായി വരുമ്പോൾ നമുക്ക് 1/4 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചെറുതായി ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ 5-6 ചുവന്നുള്ളി നൈസായി അരിഞ്ഞതും കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കും. ചുവന്നുള്ളി നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കറിക്ക് നല്ലൊരു കളർ കിട്ടാനായി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഇതുപോലെ മുളക് പൊടി മൂപ്പിച്ച് ചേർക്കുമ്പോൾ കളർ മാത്രമല്ല കേട്ടോ നല്ലൊരു ഫ്ലേവർ കൂടെ കറിക്ക് കിട്ടും. ഇത് കറിയിലേക്ക് ചേർത്ത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 1/2 മണിക്കൂറെങ്കിലും മൂടി വെച്ചതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും ചെറുതായൊന്നും വറ്റി കുറുകി വരും. തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഒരു കറിയാണ് കേട്ടത്. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലെ ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.